700 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പ്രതിമ. അതിൻ്റെ ഭാരം 5.5 ടൺ. മുഴുവൻ ശുദ്ധമായ സ്വർണം. പക്ഷേ നൂറ്റാണ്ടുകളോളം ലോകം ഇതൊരു സാധാരണ പ്ലാസ്റ്റർ പ്രതിമയാണെന്ന് വിശ്വസിച്ചു. എങ്ങനെയാണ് ഈ അത്ഭുത രഹസ്യം പുറത്തു വന്നത്? ഇന്ന് നമ്മൾ പോകുന്നത് ബാങ്കോക്കിലെ ലോകപ്രശസ്തമായ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്കാണ്. Hey guys, it's me Rishma. Welcome back to my YouTube channel. Welcome to Soft Step Solo. Let's explore together. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബാങ്കോക്കിലെ പ്രശസ്തമായ പ്രഥുനം പ്രദേശത്തുള്ള റാഞ്ച പ്രരോബ് ജംഗ്ഷനിലാണ്. പിന്നിൽ കാണുന്നത് പ്രശസ്തമായ ബയോക്കെ സ്കൈ ടവറാണ്. ഷോപ്പിങ്ങിനും സ്ട്രീറ്റ് ഫുഡിനും തിരക്കേറിയ നഗരജീവിതം അനുഭവിക്കാനും ഏറ്റവും മികച്ച സ്ഥലങ്ങളിലൊന്നാണിത്. ബാങ്കോക്കിൻ്റെ യഥാർത്ഥ നഗരഭംഗി കാണണമെങ്കിൽ പ്രഥുനം ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. അതുകൊണ്ട് തന്നെ രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് ഞാൻ ജസ്റ്റ് ഒരു വാക്കിംഗ് ചെയ്തപ്പോൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഉള്ള ജസ്റ്റ് ഒരു വാക്കിംഗ് ആയിരുന്നു. ഒരു സ്ട്രീറ്റ് വാക്ക് മാത്രമായിരുന്നു ഇത് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ദെൻ വേറൊരു കാര്യം കൂടി ഇതിൽ ഞാൻ പറയട്ടെ. ഈ ബാങ്കോക്ക് എന്ന പേര് എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ആക്ച്വലി തായ് ഭാഷയിൽ ബാങ് എന്ന് പറയുന്നത് ഒരു നദീതീരത്തെ ചെറിയ ഗ്രാമം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ കോക്ക് എന്ന് പറയുന്നത് ആ പ്രദേശത്ത് വളർന്നിരുന്ന മാക്കോക്ക് എന്ന ഒരു മരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ബാങ് മോക്ക് എന്ന പേര് പിന്നീട് ബാങ്കോക്ക് എന്നാണ് മാറിയത്. എന്നാൽ ഒരു രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തായ്ലാൻഡുകാർ അവരുടെ തലസ്ഥാനത്തെ ഒരിക്കലും ബാങ്കോക്ക് എന്ന് വിളിക്കാറില്ല. അവർ വിളിക്കുന്നത് ക്രങ്തപ്പ് അഥവാ മാലാഖമാരുടെ നഗരം, അത് സിറ്റി ഓഫ് ഏഞ്ചൽസ് എന്നാണ് വിളിക്കാറ്. അങ്ങനെ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി ഫ്രഷായി പോകാൻ ഒക്കെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയപ്പോൾ എനിക്ക് വലിയൊരു അബദ്ധമാണ് പറ്റിയത്. അത് ലേറ്റർ ഓൺ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുമെങ്കിലും ഇതിനൊരു ഒഫീഷ്യൽ പേരുണ്ട്. ഒരു കടിച്ചാൽ പൊട്ടാത്ത പേരാണ്. വാട്ട് ട്രൈമിത് വിദയരാം വറവിഹാൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ കണ്ടില്ലേ, ഈ എൻട്രൻസിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ഈ സിംഹപ്രതിമകൾ കാണാം. ഇത് ക്ഷേത്രത്തിൻ്റെ ശരിക്കും രക്ഷാധികാരികളായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇവ വിശുദ്ധ സ്ഥലത്തെ ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പുറത്തു നിന്ന് തന്നെ വെള്ളയും സ്വർണവും ചേർന്ന തായ് ശൈലിയിലുള്ള മനോഹരമായ ആർക്കിടെക്ചർ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ചരിത്രവും ആത്മീയതയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു അപൂർവ സ്ഥലമാണിത്. ബാങ്കോക്കിലെ പ്രശസ്തമായ ചൈന ടൗൺ പ്രദേശത്തിൻ്റെ പ്രവേശന കവാടത്തിന് സമീപമാണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. സ്റ്റെപ്സൊക്കെ കയറിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ കാണാൻ ഭയങ്കര ഫോട്ടോ സ്പോട്ട് ഏരിയയും കൂടിയാണ്. ഇവിടെ ഓപ്പണിംഗ് ടൈം വരുന്നത് രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ്. എല്ലാ ദിവസവും ഓപ്പണിംഗ് ആയിരിക്കും. ഇതാണ് ഈ ടെമ്പിളിൻ്റെ പ്രധാന ആകർഷണം. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധ സ്വർണ്ണ ബുദ്ധ പ്രതിമ. വലതുകൈ ഭൂമിയെ സ്പർശിക്കുന്ന ഈ മുദ്ര ബുദ്ധൻ ജ്ഞാനം നേടിയ നിമിഷത്തെ സൂചിപ്പിക്കുന്നു. ഈ സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ് വരുന്നത് 9.8 ഫീറ്റാണ് വരുന്നത്. ഈ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് 40 തായ് ബാത്താണ് നമുക്ക് ടിക്കറ്റ് കൊടുക്കേണ്ടത്. പിന്നെ മ്യൂസിയം കോംബോ വരുന്ന സമയത്ത് അത് 140 തായ് ബാത്തായിട്ട് പാക്കേജ് അനുസരിച്ചിട്ട് വരും. ഇനി എൻ്റെ ഔട്ട്ഫിറ്റിന് പറ്റിയ അബദ്ധം ഞാൻ പറയാം. ആക്ച്വലി ഈ ഒരു ഗോൾഡൻ ടെമ്പിളിലേക്ക് എൻട്രൻസ് കയറണമെങ്കിൽ ഈ എന്താ പറയുക, സീവ്ലെസ്, അതായത് ഷോൾഡർ മൂടിയിട്ടുള്ള ഡ്രസ്സായിരിക്കണം. എൻ്റെ ഈ ഔട്ട്ഫിറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് സീവ്ലെസ് ആണല്ലോ, ഒരു സൈഡ് സീവ്ലെസ് ആണ്. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഫോട്ടോ എടുത്തത് അവിടെയുള്ള ആളുകളൊക്കെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിച്ച് ഒരു ക്യാപ്പൊക്കെ വെച്ച് മൂടിയിട്ടൊക്കെയാണ് വീഡിയോസ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പലപ്പോഴും ട്രിപ്പുകളിൽ ഉണ്ടാവും. അപ്പം ഇനി ആരെങ്കിലും ഇതുപോലെ പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ട് വരെയുള്ള ഡ്രസ്സ് ഇടണം. മുട്ടിൻ്റെ മുകളിലേക്കുള്ള ഡ്രസ്സും നമ്മൾ ഇടാൻ പാടില്ല.
ഇവിടെ കാണുന്ന ടെമ്പിളുകളും പ്രയർ റൂമുകളൊക്കെ ശരിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. അതായത് ഇവരുടെ തായ് സംസ്കാരത്തിൻ്റെ ഒരു കൾച്ചറൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആയിട്ടാണുള്ളത്. എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ഇപ്പം നിങ്ങളെൻ്റെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രയർ ഏരിയയാണ്. ഇവിടെ എല്ലാ ദിവസവും നൂറുകണക്കിന് ഭക്തന്മാരെത്തിയിട്ട് പ്രാർത്ഥിക്കുകയും ധ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഹാളിലുള്ളത് ഗൗതമ ബുദ്ധൻ്റെ പ്രതിമയാണ്. ധ്യാനമുദ്രയിലുള്ള ഈ ബുദ്ധപ്രതിമ മനസ്സിൻ്റെ ശാന്തതയെയും ആത്മീയ ഏകാഗ്രതയെയും ഒക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക, മെഡിറ്റേഷൻ എന്നുള്ളൊരു ലെവലിൽ, അതായത് മെഡിറ്റേഷൻ ബുദ്ധ എന്നാണ് അറിയപ്പെടുന്നത്. ടെമ്പിളിൻ്റെ അകത്ത് മാത്രമല്ല, പുറത്തും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ മെഡിറ്റേഷൻ ബുദ്ധൻ ഇവിടെയുണ്ട്. ചുറ്റും ചെറുതും വലുതുമായിട്ട് കുറേ ബുദ്ധൻ സ്റ്റാച്യൂസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബാങ്കോക്കിൻ്റെ പ്രധാന സിറ്റി സെൻറ്ററിൽ നിന്നും ഈ ഒരു ടെമ്പിളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3 to 4 കിലോമീറ്റർ വരെയാണുള്ളത്. പിന്നെ ഇവിടെ അടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതായത് ബാങ്കോക്കിൻ്റെ ഹുവ ലംഫോങ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 5 minutes വാക്കിങ്ങേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെയുള്ള ഈ ഗോൾഡൻ ബുദ്ധ പ്രതിമ ഏകദേശം 13 to 14 നൂറ്റാണ്ട് സുഹോത്തായി കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ബർമീസ് അധിനിവേശ ഭീഷണി കാലത്ത് പ്രതിമ മോഷ്ടിക്കപ്പെടാതിരിക്കാൻ അതിനെ ഈ പാരീസും ഒക്കെ കൊണ്ട് മൂടി ഒരു സാധാരണ പ്രതിമ പോലെ മാറ്റി. അങ്ങനെ ഈ യഥാർത്ഥ സ്വർണ്ണ പ്രതിമയെക്കുറിച്ചൊന്നുള്ള വിവരം പുതിയ തലമുറകൾക്കൊന്നും അറിയാണ്ട് പോയി. പക്ഷെ ഇപ്പോൾ എങ്ങനെ ലോകം മൊത്തം ഇത് ഒരു സ്വർണ്ണ പ്രതിമയാണെന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ 1955 ഈ പ്രതിമ മറ്റൊരു സ്ഥലത്ത് നിന്നും വാട്ട് പ്രൈമിറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഇപ്പം നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ കയറ് പൊട്ടി താഴെ വീണു. അപ്പോൾ ഈ പ്ലാസ്റ്ററൊക്കെ പൊട്ടി അതിൻ്റെ അകത്ത് നിന്നും ശുദ്ധമായ സ്വർണ്ണമാണ് തെളിഞ്ഞു വന്നത്. അപ്പോഴാണ് ലോകം അതൊരു സാധാരണ പ്രതിമയല്ലെന്ന് തിരിച്ചറിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഹെറിറ്റേജ് മ്യൂസിയത്തിൽ ഗോൾഡൻ ബുദ്ധയുടെ കണ്ടെത്തൽ, അതുപോലെ ചൈന ടൗണിൻ്റെ ചരിത്രം, പഴയ പ്ലാസ്റ്റർ പാളയുടെ അവശിഷ്ടങ്ങൾ എന്നിവയൊക്കെ കാണാൻ സാധിക്കും. ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ബുദ്ധമത വിശ്വാസികൾക്ക് അതീവ പുണ്യ സ്ഥലവുമാണ്. ഈ ഗോൾഡൻ സ്റ്റാച്യുവിൻ്റെ വില കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇന്നത്തെ സ്വർണ്ണവില പ്രകാരം അതിൻ്റെ മൂല്യം ആയിരക്കണക്കിന് കോടികളാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പ്രതിമകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇവിടെ ഇരിക്കുന്ന ബുദ്ധപ്രതിമകൾ മാത്രമല്ല ഉള്ളത്, സ്റ്റാൻഡിങ് ബുദ്ധകളും ഉണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഏരിയയിലൊന്നും ഈ ഡ്രസ്സിൻ്റെ അങ്ങനെ റെസ്ട്രിക്ഷൻസും ഡ്രസ് കോഡ് അങ്ങനെയൊന്നും വേണമെന്നില്ല. മെയിനായിട്ട് ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൽ സ്റ്റാച്യുവിൻ്റെ അടുത്ത് മാത്രമാണ് ഈ ഒരു ഡ്രസ് കോഡിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ മുന്നിൽ പോകുന്നത് ഇവിടെ ഈ ടെമ്പിളിലുള്ള ഗൈഡാണ്. ഇയാളാണ് എനിക്ക് ഫുള്ള് ഓവറോൾ വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ബാങ്കോക്കിലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ വാട്ട് മഹാ ഫ്രുത്താരം വോറവിഹാൻ ക്ഷേത്രത്തിലാണ്. വാട്ട് പ്രൈമിറ്റ് ഗോൾഡൻ ടെമ്പിളിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള അധികം സഞ്ചാരികളോ അറിയാത്ത മനോഹരമായ ഒരു രാജകീയ ബൗദ്ധക്ഷേത്രമാണിത്. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്വർണ്ണ കളറുള്ള ഈ ബുദ്ധൻ്റെ പേര് റിക്ലൈനിങ് ബുദ്ധ എന്നാണ്, അഥവാ ശയന ബുദ്ധൻ എന്നാണ് വിളിക്കുന്നത്. ഈ ബുദ്ധന് ഏകദേശം 19.25 മീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ ഈ വാട്ട് ഫോയിൽ 46 മീറ്റർ നീളമുള്ള വേറൊരു ബുദ്ധനും കൂടി ഉണ്ട്. ശയന ബുദ്ധൻ തന്നെ അതിനേക്കാൾ ചെറുതാണെങ്കിലും അതിൻ്റെ ശാന്തമായ ഒരു മുഖഭാവവും മനോഹരമായ സ്വർണ്ണ അലങ്കാരവും ഈ പ്രതിമയെ വളരെ പ്രത്യേകതയുള്ളതാക്കുന്നുണ്ട്. ഇത് ഒരു ഉറങ്ങുന്ന ബുദ്ധനെ കാണിക്കുന്നതല്ല, മറിച്ച് ഗൗതമ ബുദ്ധൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഒരു ജനന മരണ ചക്രത്തിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള മോക്ഷം നേടിയ നിമിഷത്തെയാണ് ഈ പ്രതിമ പ്രതിനിധീകരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ്. ആദ്യം ഈ വാട്ട ക്യുയാൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് രാജാവ് രാമ 4-ൻ്റെയും അതുപോലെ രാജാവ് രാമ 5-ൻ്റെയും
കാലത്ത് ക്ഷേത്രം നവീകരിക്കുകയും വാഡ്മഹാ ധൃതാരം വൊറാവിഹാൻ എന്ന രാജകീയ പദവി നൽകുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണം അതിലെ പുരാതന ഭിത്തിചിത്രങ്ങളാണ്. ബൗദ്ധ സന്യാസിമാരുടെ ധ്യാന ജീവിതം, ബുദ്ധമതത്തിൻ്റെ ഉപദേശങ്ങൾ, ആത്മീയ യാത്ര എന്നിവ അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രവും ആത്മീയവും കലയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബുദ്ധപ്രതിമയല്ല, തായ്ലാൻഡിൻ്റെ രാജകുടുംബങ്ങളോടുള്ള ആദരസൂചകമായിട്ട് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തായ് രാജ്ഞിയുടെ ഔദ്യോഗിക ചിത്രമാണ്. ഇത്തരം രാജകീയ ചിത്രങ്ങൾ തായ്ലാൻഡിലെ പല ബൗദ്ധ ക്ഷേത്രങ്ങളിലും സർക്കാർ കെട്ടിടങ്ങളിലും കാണാൻ സാധിക്കും. തായ്ലാൻഡ് ഒരു ഭരണഘടനാപരമായി ഒരു രാജഭരണ രാജ്യമാണ്. അതിനാൽ രാജാവിനും രാജകുടുംബത്തിനും ജനങ്ങൾ അതിയായ ബഹുമാനമാണ് നൽകുന്നത്. ക്ഷേത്രങ്ങളിൽ ഈ ചിത്രങ്ങൾ സ്ഥാപിക്കുന്നത് രാജകുടുംബങ്ങളോടുള്ള വിശ്വാസത്തെയും ആദരവിനെയുമൊക്കെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായ ബുദ്ധപ്രതിമയായ ലുവാങ് പോറിങ് പ്ലെയിങ് ആണ്. ഇത് തന്നെ ക്ഷേത്രത്തിലെ ഏറ്റവും വിശുദ്ധമായ ആരാധനാ പ്രതിമയാണ്. ഈ പ്രതിമ ശുദ്ധ സ്വർണത്തിൽ നിർമ്മിച്ചതല്ല, പ്ലാസ്റ്റർ ഉപയോഗിച്ച് നിർമ്മിച്ച ശേഷം ഒരു സ്വർണത്തിൻ്റെ ഒരു പാളി അണിയിച്ചിരിക്കുന്നതാണ്. ഇതിന് ഭയങ്കര മനോഹരമായ ഒരു സ്വർണ്ണ തിളക്കം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഇത് അതീവ ഭക്തിയോടെയും അതുപോലെ ആദരവോടെയും ആദരിക്കപ്പെടുന്ന ഒരു പ്രതിമയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ചുമരുകൾ മുഴുവൻ അപൂർവമായ ഭിത്തിചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. സാധാരണ ബുദ്ധചരിത്രം മാത്രം അല്ല, ബൗദ്ധ സന്യാസിമാരുടെ ധ്യാന ജീവിതം, ശ്രീലങ്കയിലേക്കുള്ള ബുദ്ധമത പ്രചരണം, ധ്യാനാനുഷ്ഠാനങ്ങൾ എന്നിവയും ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. പാശ്ചാത്യ ചിത്രകലയുടെ ത്രിമാന ശൈലിയും ഈ ഭിത്തിചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അവയെ കൂടുതൽ മനോഹരമാക്കുന്നു. നേരത്തെ നിങ്ങൾ കണ്ടിരിക്കുന്ന അതേ പ്രതിമ പോലെ തന്നെയുള്ള ഒരു ബുദ്ധപ്രതിമയാണ് ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബുദ്ധപ്രതിമ ക്ഷേത്രത്തിൻ്റെ പ്രധാന വിഹാരത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സുഖോത്തായി രാജവംശത്തിൻ്റെ കലാശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പ്രതിമയെ ലുവാങ് പോർ സുവോത്തായി എന്നാണ് വിളിക്കുന്നത്. സുവോത്തായി ശൈലിയിലുള്ള ബുദ്ധപ്രതിമകൾ ലോകമെമ്പാടും അവരുടെ ശാന്തമായ മുഖഭാവം, സുന്ദരമായ ശരീരഘടന, ആത്മീയമായ പുഞ്ചിരി എന്നിവ കൊണ്ട് പ്രശസ്തമാണ്. ഈ പ്രതിമയുടെ മുമ്പിലെത്തുമ്പോൾ ഭക്തർ മനഃശാന്തി, ആരോഗ്യം, ജീവിത വിജയം, കുടുംബസമൃദ്ധി എന്നിവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നാട്ടുകാർക്കും വിദേശ സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആരാധനാ കേന്ദ്രമാണ്. അങ്ങനെ ഇവിടുത്തെ ഈ ക്ഷേത്രങ്ങളൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഇവിടുന്ന് മെല്ലനെ ഇറങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ അടുത്ത ലൊക്കേഷനിലേക്കോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഫൈനലി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ജെംസ് ഗാലറിയിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട ടെമ്പിളിൽ നിന്നും ഏകദേശം 25 മിനിറ്റ് ട്രാവലിംഗ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. ബാങ്കോക്കിൽ തന്നെയുള്ള രാമ 6th റോഡ് ഫയാത്തായി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. തുറക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ നോർമലി 9 മണി മുതൽ 4:30 വരെയാണ്, വൈകുന്നേരം 4:30 വരെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഇല്ല, പ്രവേശനമൊക്കെ ഫ്രീ ആണ്. ലോക പ്രശസ്തമായ രത്നങ്ങളുടെ അത്ഭുത ലോകം കാണണമെങ്കിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ജെംസ് ഗാലറി. 1987 ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് തായ്ലാൻഡിലെ ഏറ്റവും വലിയ ജെംസ് ഗാലറിയിൽ ഒന്നാണ്. ഏകദേശം 1.8 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രത്തിന് ആയിരക്കണക്കിന് ആഭരണങ്ങളും വിലപിടിപ്പുള്ള രത്നങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു.
പക്ഷേ ഗാലറിയുടെ ഉള്ളോട്ട് ഈ മൊബൈലും ക്യാമറാസും ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഹോട്ടലിൽ പോയി പിന്നെ അത് കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യുമായിരുന്നു. പിന്നെ നേരെ എയർപോർട്ടിലേക്ക് ബാങ്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി തിരിച്ച് ബാക്ക് ടു കേരള. ഈ ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ നേരിൽ കണ്ട അനുഭവം ശരിക്കും മറക്കാനാവാത്തതാണ്. ബാങ്കോക്കിൽ വരികയാണെങ്കിൽ ഈ സ്ഥലം നിങ്ങളുടെ യാത്രാ ലിസ്റ്റിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണം. ഈ വീഡിയോയോടുകൂടി എൻ്റെ തായ്ലാൻഡ് യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഈ ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ നിങ്ങളെ എത്രമാത്രം അത്ഭുതപ്പെടുത്തി കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സോളോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ യാത്രാ വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.